പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. നാളെ മുതൽ ഭാരതപ്പുഴ മണൽപ്പുറത്ത് ആരംഭിക്കുന്ന 27ാമത് ഭാരതപ്പുഴ കൺവെൻഷന്റെ മുന്നൊരുക്കങ്ങൾ വിശദീകരിച്ച് ചേലക്കര പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തി. 27ാമത് ഭാരതപ്പുഴ കൺവെൻഷന് നാളെ മായന്നൂർ ഭാരതപ്പുഴ മണൽപ്പുറത്ത് തുടക്കമാകും. 2026 ഫെബ്രുവരി 20, 21, 22 വെള്ളി, ശനി, ഞായർ തീയതികളിൽ ഭാരതപ്പുഴയുടെ മണൽപ്പുറത്താണ് കൺവെൻഷൻ നടക്കുന്നത്. 27 വർഷമായിട്ട് മലബാറിന്റെ മേഖലയിൽ നടക്കുന്ന ഒരു വലിയ കൺവെൻഷനാണ് നമ്മുടെ മായന്നൂർ ഭാഗത്ത് മണപ്പുറത്ത് നടക്കുന്ന ഭാരതപ്പുഴ കൺവെൻഷൻ. അത് ഈ വരുന്ന ഫെബ്രുവരി 20, 21, 22 നാളെ മുതൽ ആരംഭിക്കുന്നു. നമുക്കറിയാം ഈ കൺവെൻഷൻ്റെയൊക്കെ പ്രത്യേകതകൾ. അതിൻ്റെ ഏറ്റവും പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാ കുടുംബ ബന്ധങ്ങളും അല്ലെങ്കിൽ നമ്മുടെ തലമുറകളൊക്കെയും ലഹരിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. ആ മേഖലയെ കണ്ടുകൊണ്ട് കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ ലഹരി സ്നേഹമാണ്. എവിടെയാണോ സ്നേഹം കൂടുതലുള്ളത്, മനുഷ്യനുമായുള്ള ബന്ധങ്ങളാണ് ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനിലേക്ക് അടുപ്പിക്കുക, അതിനേറ്റവും ഏകമാർഗം സ്നേഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആ ദൈവിക സ്നേഹത്തെ മനുഷ്യൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് മനോഹരമായിരിക്കുന്ന ഒരു കുടുംബജീവിതത്തെ നയിക്കാനും അതിലൂടെ സമാധാനപരമായിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള കൺവെൻഷനുകൾ വിവിധ മേഖലകളിൽ ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ വിശദീകരിക്കുന്നതിനായി ഇന്ന് ചേലക്കര പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം ചേർന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതലാണ് പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ 27ാമത് ഭാരതപ്പുഴ കൺവെൻഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും മനോഹരമായി തീരുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ദേശത്തുള്ള ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ മീറ്റിങ്ങിലേക്ക് കടന്നു വരണമെന്ന് ഭാരതപ്പുഴ വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കുന്ന ആ പൊതുയോഗത്തിലേക്ക് കടന്നു വരികയും ഈ സന്ദേശങ്ങൾ മറ്റുള്ള പ്രവർത്തനങ്ങളെ പോലെ നമുക്കറിയാം നമ്മുടെ വലിയ കാഴ്ചകളോ അല്ലെങ്കിൽ വലിയ ബഹളങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ നന്നായി മനോഹരമാക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ എങ്ങനെ വാർത്തെടുക്കാൻ കഴിയുമെന്ന നല്ല സന്ദേശങ്ങളെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പാസ്റ്റർ ഇ ടി ജോസും സംഘവും നയിക്കുന്ന ഡിവൈൻ മെലഡിയുടെ സംഗീത വിരുന്ന് നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടവും ശനിയാഴ്ച പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ, സമാപന ദിവസമായ ഞായറാഴ്ച പാസ്റ്റർ അജി ആന്റണിയും മുഖ്യപ്രഭാഷണം നടത്തും. വളരെ സുഖകരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, അതുപോലെ തന്നെ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ, പാസ്റ്റർ അജി ആന്റണി 3 പ്രസംഗകരെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെടുവാനിടയായത്. അപ്പോൾ തന്നെ അവിടെ നമുക്ക് പാട്ട് പാടുവാൻ വേണ്ടി അല്ലെങ്കിൽ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് ഡിവൈൻ മെലഡിയാണ്. പാസ്റ്റർ ഇ ടി ജോസിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഡിവൈൻ മെലഡി അത് നിൽക്കുവാനിടയാവും. ഗസ്റ്റ് സിംഗേഴ്സായിട്ട് ഈ പ്രാവശ്യം നമുക്ക് ലഭ്യമായിരിക്കുന്നത് സ്റ്റീഫൻ ഷാമുൽ ദേവസി മുതലായവരാണ് ഗസ്റ്റ് സിംഗേഴ്സായിട്ട് നിൽക്കുന്നത്. പ്രശസ്ത സംഗീതജ്ഞരായ സ്റ്റീഫൻ ദേവസിയും സ്റ്റീവൻ സാമുവൽ ദേവസിയും അതിഥി ഗായകരായി എത്തും. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ഇതര പെന്തക്കോസ്റ്റ് സഭകളുടെ സംഗമവേദിയാണ് ഭാരതപ്പുഴ കൺവെൻഷൻ. തൃശൂർ, പാലക്കാട് 2 ജില്ലകളിലുള്ള സകല സഭകളെയും അവിടെയുള്ള പ്രവർത്തനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം മുൻപോട്ട് കടന്നു പോകുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ തന്നെ ചേലക്കര ആസ്ഥാനമായി നടത്തുന്ന UPF കൺവെൻഷൻ അതിൻ്റെ ഭാരവാഹികളും ഈ ഭാരതപ്പുഴ കൺവെൻഷനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇടയാകുന്നു. ഒരു വലിയ ജനസമൂഹം തന്നെയാണ് ഈ ഭാരതപ്പുഴ കൺവെൻഷനിൽ ഈ ദിവസങ്ങളിൽ എത്തിച്ചേരുവാൻ ഇടയാകുന്നത്. ഈ ഭാരതപ്പുഴ കൺവെൻഷനിൽ പ്രസംഗകരായി ഈ പ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്
പ്രസിഡന്റ് പാസ്റ്റർ കെ വിൽസൺ, സെക്രട്ടറി PK ദേവസി എന്നിവരുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത്. യോഗാനന്തരം വിവിധ പ്രദേശങ്ങളിലേക്ക് വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കൺവെൻഷന്റെ വിജയത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികളായ പാസ്റ്റർ അജീഷ് ജോസഫ്, പാസ്റ്റർ റെജി ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2026 ഫെബ്രുവരി 20 വെള്ളിയാഴ്ച 6 മണിക്ക് ഗാന ശുശ്രൂഷകൾ ആരംഭിക്കും. 7 മണിക്ക് ഉദ്ഘാടനം ഭാരതപ്പുഴ കൺവെൻഷൻ്റെ പ്രസിഡന്റായിരിക്കുന്ന KK വിൽസൺ അവറുകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അന്നേ ദിവസം ദൈവത്തിൻ്റെ വചനം അന്ന് അവിടെ പ്രാസംഗനായി എത്തുന്നത് ലോകപ്രശസ്തനായിരിക്കുന്ന പഠിതാവും കൂടെ ആയിരിക്കുന്ന പാസ്റ്റർ അനിൽ കൊടിത്തോട്ടമാണ് ദൈവവചനത്തിൽ നിന്നും ശുശ്രൂഷിക്കുന്നത്. രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച ദൈവവചനം ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ ആണ്. മൂന്നാമത്തെ ദിവസം ഞായറാഴ്ച ദൈവവചനം ശുശ്രൂഷിക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് പാസ്റ്റർ അജി ആൻ്റണിയാണ്. ഈ 3 ദിവസങ്ങളിലും 6 മണിക്ക് മീറ്റിംഗ് ആരംഭിക്കും. 3 ദിവസങ്ങളിലും 6 മണിക്ക് തന്നെ ഡിവൈൻ മെലഡിയുടെ നേതൃത്വത്തിലുള്ള സംഗീത ശുശ്രൂഷ ഉണ്ടായിരിക്കും. ആ ശുശ്രൂഷയുടെ ചേർന്ന് സ്റ്റീഫൻ ദേവസി, അതുപോലെ സ്റ്റീവൻ സാമുവൽ ദേവസിയും അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് CCV.